എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു കയറി വന്നിട്ട് വൈജിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വൈജിയോട് ചോദിക്കുവാണ്, ആൻറ്റിക്ക് തന്നെ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പ്രൊമോഷൻ അല്ലടാ, ഞാനിപ്പം ഇവിടുത്തെ വേലക്കാരിയേക്കാളും താഴെയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും, ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറയുമ്പോൾ അതിന് നിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരും. മനു പറയുന്നുണ്ട്, എൻ്റെ ആവശ്യമില്ലെന്ന് ആൻറ്റിക്ക് തോന്നൽ മാത്രമാണ്. ഞാൻ ഈ വീടിൻ്റെ മേളത്തെ നില അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് റെൻറ്റിനെടുത്ത് അവിടെ അങ്ങ് താമസിച്ചു ഒരു കിച്ചണുമായിട്ട് ഞാനും അലീനയും അങ്കിളും എന്ത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഡോറും അങ്ങ് ഞാൻ ക്ലോസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അയ്യോ നീ ഇവിടെ റെൻറ്റിന് കയറി താമസിക്കേണ്ട, അവളെ അങ്ങ് കെട്ടിക്കോ എന്ന് പറയുമ്പം കെട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരത്തൊന്നുമില്ല, എനിക്കൊരു വീടുണ്ട് അങ്ങോട്ടേ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ തോപ്പിക്കാൻ നിൽക്കണ്ട, എനിക്ക് ഇവിടെയെങ്കിലും ജയിക്കണം, പലയിടത്തും തോറ്റുപോയവളാണ് ഞാൻ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഒരു വേലക്കാരിയുടെ മുമ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാണംകെട്ട ജയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോകുന്നു. വൈജയന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഈ ക്യാരക്ടർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു 50% കിട്ടിയേക്കുന്നത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. മുത്തശ്ശി ഇന്ന് മനുവിനോട് സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. കാരണം മുത്തശ്ശി പറയുവാണ്, വൈജയന്തി പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാത്ത ഒരു വേലക്കാരി എന്തിനാണ് ഇവിടെയെന്ന്. അന്നേരം മനു ചോദിക്കും, മുത്തശ്ശിക്ക് അസുഖമൊക്കെ മാറി, ഇപ്പം അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാറായല്ലോ അല്ലേ എന്ന്. അന്നേരം മുത്തശ്ശി പറയുവാണ്, നിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, എന്നെ അവൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരുടെയും ഔദാര്യമൊന്നുമല്ല, അങ്ങനെ നോക്കിയതിന് ശമ്പളം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അതുകൊണ്ടാണ് നോക്കിയതെന്ന്. എത്രത്തോളം നന്ദികേടാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് ഓർക്കണേ. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി മാത്രം വന്ന അലീന മുത്തശ്ശിയെ നോക്കി, ആ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിയതാണെന്ന് അറിയാം മുത്തശ്ശിക്ക്. എന്നിട്ടാണ് ഈ നന്ദികേട് ഇവിടെ പറഞ്ഞത്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ഇപ്പം ആലോചിക്കുവാണ്, ഒരു നിമിഷം പോലും ഇവിടെ അലീന നിൽക്കരുത്, അവൾ ഇവിടുന്ന് പോകണം, കാരണം ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്നത് മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. മുത്തശ്ശിക്ക് ആകെ വിഷമം, ഇനി മോളുടെ ജീവിതം തകരുമല്ലോ എന്നോർത്ത്. ഏതായാലും മനു പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വന്നതിന് ശേഷം 3 മക്കളോടും സംസാരിക്കുന്നുണ്ട്. അവരോട് തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്, എന്താണ് അലീനയുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അലീന ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ബബിത പറയുന്നത് അവരുടെ പ്രൈവസിയിൽ കയറി കൈ കിടത്തി അലീന എന്നാണ്. അന്നേരം ചോദിക്കും, നിൻ്റെ ഏത് പ്രൈവസിയിലാണ് അലീന കൈ കിടത്തിയത് എന്ന്. അന്നേരം പറയുവാണ്, അത് ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഏത് ഫ്രണ്ടെന്ന് ചോദ്യം വരുമല്ലോ, അതങ്ങ് നിർത്തും. എന്നിട്ട് പറയും, അതൊന്നുമല്ലോ ഞാൻ ഫോൺ വിളിച്ചപ്പം എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അവൾക്ക് അതെല്ലാം പണിയാണെന്ന് മനസ്സിലാകുമോ പകുതി എത്തുമ്പോൾ. എന്നിട്ട് പറയും, അതൊന്നുമല്ല, ഞങ്ങളുടെ പല കാര്യങ്ങളും അവൾ കയറി ഇടപെടും, ഉപദേശിക്കാൻ വരും എന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ആ സ്വഭാവം അവൾക്ക് ഉണ്ട്, അവൾ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, നീ പല രീതിയിൽ അവളെ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് നീ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയത്, അതെനിക്കറിയാം, അതുപോലത്തെ എന്തെങ്കിലും സ്വഭാവം നിൻ്റെ അച്ഛനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിതയും രോഹിത്തും ആകെ വിഷമിച്ച് നിൽക്കുക. അന്നേരം പിന്നെയും ചോദിക്കും, പറ, നിൻ്റെ അച്ഛനും അലീനയും തമ്മിൽ എന്തെങ്കിലും ഒരു സദാചാര പ്രശ്നം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, പക്ഷേ അമ്മയ്ക്ക് അവൾ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണല്ലോ അവൾ, അപ്പോൾ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം നോക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, വേണ്ട, ഈ കാര്യത്തിൽ അച്ഛൻ തോറ്റാലും കുഴപ്പമില്ല, അമ്മ ജയിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഏതായാലും കൊള്ളാം, ഞാൻ നിങ്ങളുടെ അച്ഛനോടുകൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മനു അവിടെ നിന്ന് കയറി പോയി കഴിയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതിപ്പം രണ്ടുപേരുടെയും വടംവലിക്കിടയിൽ നമ്മൾ നിൽക്കേണ്ടി വരുവാണല്ലോ എന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇവിടെ അമ്മ അച്ഛൻ്റെ മുമ്പിലല്ല തോക്കുന്നത്, അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ തോക്കാൻ പോകുന്നത് അവളുടെ മുമ്പിലാണ്, അങ്ങനെ അവളുടെ മുമ്പിൽ അമ്മ തോക്കണ്ട എന്ന് രോഹിത് പറയുന്നു. ഏതായാലും ഇത് കഴിഞ്ഞ് മനു നേരെ ചെല്ലുന്നത് ബാലേന്ദ്രൻ്റെ റൂമിലേക്കാണ്. ആ സമയം ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് കയ്യിലിരിക്കുന്ന ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങ് കയറി ചെല്ലുന്നേ. അന്നേരം അങ്കിളെ എന്ന് വിളിച്ച് അങ്ങോട്ട് കയറി ചെല്ലും. എന്നിട്ട് അങ്കിൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുമായിരുന്നോ, അങ്കിൾ ഇവിടെ ഒരു കില്ലിംഗ് മോഡിലാണ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞല്ലോ എന്ന് പറയുമ്പം, അതാരാ നിന്നോട് പറഞ്ഞത്, നീ രാജീവിനെ കണ്ടിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അതേ എന്ന് പറയുക കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഈ അലീനയെ പറ്റിയുള്ള സംസാരങ്ങൾ, ഓരോ കാര്യങ്ങൾ മനു ബാലേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ സന്തോഷത്തിലും എൻ്റെ ഇഷ്ടത്തിലും എനിക്ക് കുട്ടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയാണോ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം മനു ഇങ്ങനെ അന്തിച്ച് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു നീ എന്നെ ഉപദേശിക്കാൻ ഇനി വരണ്ട, കാരണം നീ ആ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഉപദേശിക്കേണ്ട എന്ന് പറയും. അന്നേരം മനു കാല് പിടിച്ച് പറയുന്നുണ്ട്, അലീനയ്ക്കെതിരായി ഈ വീട്ടിൽ 5 പേരും, അതുകൊണ്ട് അവളെ ഇവിടുന്ന് കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറ്റി നിർത്തുക, അതേ നടക്കുകയുള്ളൂ, അല്ലാതെ അവൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, അവളാണ് എൻ്റെ തുറുപ്പ് ചീട്ട്, അതൊരിക്കൽ ഞാനെടുത്ത്
അങ്ങ് വെട്ടും, അതോടുകൂടി എല്ലാം തീരും എന്നൊക്കെ പറയുക. മനു ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ പല രീതിയിൽ. പക്ഷേ ബാലേന്ദ്രൻ തീരുമാനമേ ഉള്ളൂ, അലീനെ ഒരു മിനിറ്റ് പോലും ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തില്ലെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സഹിയിട്ട് മനു അവിടുന്ന് ഇറങ്ങി പോരുവാണ്. അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, നീ കൊണ്ടുവന്നല്ലേ അവളെ നീ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയുക. ഇത് പ്രൊമോ ആയിട്ടാണ് കാണിക്കുന്നത്. അന്നേരം മനു അലീനയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അലീന അടുക്കളയിൽ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് ഒരു മൂലയിൽ ഇരിക്കുക. മനു അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ മനസ്സിന് ഒരുപാട് വലിയ ആഘാതം ഏറ്റിട്ട് മെൻ്റലി അങ്ങ് തകർന്നു പോകുന്ന ആൾക്കാർ പെരുമാറുന്നില്ല, അതുപോലെയാണ് പെരുമാറുന്നത്. അന്നേരം മനു പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മനുവേട്ടാ, പോയിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, എല്ലാവരോടും എന്നെ അങ്ങ് കൊന്നു കളാതെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ മൂലയിൽ തന്നെ ഇരുന്ന് വീണ്ടും വീണ്ടും കരയുവാണ്. മനുവിന് മനസ്സിലായി അലീനയ്ക്ക് എന്തോ പേടി തട്ടിയിട്ടുണ്ട്, അത്രയും വലിയൊരു കേസ് അതിനിടയ്ക്കുണ്ട് എന്ന് മനുവിന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞ് സങ്കടപ്പെട്ട് മനു പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ബാലേന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് മനുവിനെ നോക്കുന്നുണ്ട്. ആകെ വിഷമത്തിലാണ് മനുവും ഇറങ്ങിപ്പോകുന്നത്.